മദ്യനയ അഴിമതി കേസിൽ ബി.ആർ.എസ് നേതാവ് കെ കവിതയെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി. ജയിലിലെ ചോദ്യം ചെയ്യലുമായി കവിത സഹകരിച്ചില്ല എന്നും 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുമാണ് സിബിഐയുടെ ആവശ്യം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് സിബിഐ പറയുന്നത്? വേണു, ഇന്നലെയാണ് കെ കവിതയെ CBI തിഹാർ ജയിലിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കവിത ഇന്നലെ വൈകിട്ട് തന്നെ കവിതയുടെ അഭിഭാഷകൻ റൌസ് അവന്യൂ കോടതിയിൽ വിഷയം ഉന്നയിക്കുകയും ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും ഏത് കേസിലാണ്, മദ്യനയ അഴിമതി കേസിലാണോ അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിലാണോ CBI അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. ഇന്ന് കവിതയെ CBI കോടതിയിൽ ഹാജരാക്കിയതോടൊപ്പം തന്നെ കവിതയ്ക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുണ്ട് എന്ന നിലപാടാണ് CBI സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഇടപാടിലെ മദ്യനയ അഴിമതിയിലെ മുഖ്യ സൂത്രധാരനിൽ ഒരാളാണ് കെ കവിത എന്ന് CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മദ്യനയ രൂപീകരിക്കുന്നതിലടക്കം കവിതയ്ക്ക് നിർണായകമായ പങ്കുണ്ട് എന്നും ഇൻഡോ സ്പിരിറ്റ് കമ്പനിയിൽ കവിതയ്ക്ക് ബിനാമി നിക്ഷേപം ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ഉണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. കവിതയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബുച്ചി ബാബുവിന്റെ വാട്സപ്പ് സന്ദേശത്തിൽ ഇക്കാര്യം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ CBI ഈ വാട്സപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയ് നായർക്ക് കോടികൾ നൽകിയതായി പ്രതിയായ അഭിഷേക് ബോയൻപള്ളി പറഞ്ഞതായി മാപ്പുസാക്ഷി ദിനേശ് അറോറ മൊഴി നൽകിയ കാര്യവും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കവിതയെ ചോദ്യം ചെയ്യാനായി CBIക്ക് കോടതി അനുമതി നൽകിയിരുന്നെങ്കിലും ആ ചോദ്യം ചെയ്യലുമായി കവിത സഹകരിക്കുന്നില്ല എന്നും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുമുള്ള ആവശ്യമാണ് CBI മുന്നോട്ട് വെച്ചത്. ഇതിനെ കവിതയുടെ അഭിഭാഷകൻ എതിർക്കുകയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കമെന്നും CBIക്ക് എന്ത് അധികാരമാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ജയിലിലിരിക്കുന്ന കവിതയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളത് എന്നും കൂടുതലായി എന്ത് തെളിവുകളാണ് ഈ കേസിൽ ലഭിച്ചത് എന്നതടക്കമുള്ള വാദങ്ങളാണ് കവിതയുടെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ശരി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിനോട് കെ കവിത സഹകരിക്കുന്നില്ല എന്നും കസ്റ്റഡിയിൽ വേണമെന്നും CBIയുടെ ആവശ്യം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.